ഹലോ ഗേഴ്സ്, ഇത് നാസ് വണ്ടർവേൾഡിൽ നിന്നാണ്. ഞാൻ നിങ്ങളുടെ നജ്ന. ഇന്ന് ഞാനൊരു ചെറിയ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുളകിട്ട മീൻ കറി. അതിന് ചാള മീനാണ് ഞാൻ എടുത്തത്. ചാളമീൻ, ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞത്, 3 തണ്ട് കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 2 ചില്ലീസ്, ഒരു കൈ പുളി, ഒരു തക്കാളി ഉണ്ട് കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇനി മസാല ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ചട്ടി വെച്ചു. ചട്ടി നന്നായിട്ട് ചൂടാവണം. മുളകിട്ട കറിയും തേങ്ങ അരച്ച കറിയും സാധാരണ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ മുളകിട്ട കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ചട്ടി ചൂടായി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഈ കറിയിൽ ഉലുവയും കടുകും ആദ്യമേ ഇടും. നമ്മൾ മീൻകറിയിൽ അങ്ങനെ ഇടത്തില്ലല്ലോ. നമ്മൾ തേങ്ങ അരച്ച മീൻകറിയിൽ അങ്ങനെയല്ലല്ലോ ഇടുന്നത്. അപ്പോൾ താളിപ്പായിട്ടല്ലേ ഇടത്തുള്ളൂ. പക്ഷേ മുളകിട്ട കറിയിൽ ഉലുവയും കടുകുമാണ് ആദ്യം ചൂടുള്ള വെളിച്ചെണ്ണയിൽ പൊട്ടിക്കാനായിട്ട് ഇടുന്നത്. ആദ്യം നമുക്ക് ഉലുവ എടുക്കാം. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ചാള എങ്ങനെയൊക്കെ വെക്കാറുണ്ട്. ചാള പറ്റിച്ച് ഇവിടെ പീര പോലെ വെക്കാറുണ്ട്. തേങ്ങ ജസ്റ്റ് ചതച്ചിട്ട് അങ്ങനെ വെക്കാറുണ്ട്. പിന്നെ ചാള മുളകിട്ട് വെക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉലുവ ഇട്ടു കേട്ടോ. ഉലുവ ഇനി കുറച്ച് കടുകും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇടാം. കടുകാണേ. കടുകും കൂടെ ഇടുമ്പോൾ നമുക്ക് ഒരുമിച്ച് അതിനെ നന്നായിട്ട് ബ്രൗൺ കളർ ആവണം. ഈ ഉലുവ ഒരു ചുമന്ന കളറാവണം. എന്നാലേ അതിൻ്റെ ഒരു പാകമാവുള്ളൂ. ഒരു മീഡിയം സൈസ് ഒരു കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയാണ് നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് അതിപ്പോൾ നന്നായിട്ട് ചൂടായി. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉലുവയും കടുവാണ് ചേർത്തേക്കുന്നത്. ഇനി നന്നായിട്ട് അതിനെ വഴറ്റണം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതും ഇതേപോലെ ഒരു കളർ ചേഞ്ച് വരും. പിന്നെ നല്ല മണമാണ് കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ആകുമ്പോൾ തന്നെ വല്ലാത്തൊരു മണമാണ്. നീളത്തിന് തന്നെ അരിയുന്നതായിരിക്കും ബെറ്റർ മുളകിട്ട കറിക്ക്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴങ്ങണം. ഇനി നമുക്ക് എന്താ ആഡ് ചെയ്യാനുള്ളത്? നമുക്ക് ചെറിയ ഉള്ളി, തക്കാളി ഒക്കെ ഉണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ചുമന്നതിന് ശേഷമാണ് ഈ തക്കാളിയൊക്കെ ആഡ് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്തു. അത് നന്നായിട്ടിനി വഴറ്റണം. ചെറിയുള്ളി കുറച്ച് വലിയ ചെറിയുള്ളിയായി എനിക്ക് ഇപ്രാവശ്യം കിട്ടിയത്. അതുകൊണ്ട് കുറച്ച് സവാള പോലെ ഇരിക്കും. പക്ഷേ ചെറിയുള്ളി തന്നെയാണ്. ഇച്ചിരി വലിയ ചെറിയുള്ളിയാണ്. ഇനി നന്നായിട്ടൊന്ന് അതിനെ വഴറ്റണം. അതിലൂടെ നമ്മുടെ ഗ്രീൻ ചില്ലീസ്, നടുകെ കിരിയ ഗ്രീൻ ചില്ലീസ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 ഗ്രീൻ ചില്ലീസ് തൊണ്ടൻമുളകുമായിട്ടാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന്, നല്ല എരിവുള്ള ചില്ലീസ് ആയതുകൊണ്ടാണ് കുറച്ചെടുത്തത്. നന്നായിട്ടൊന്ന് വഴറ്റണം. കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് തന്നെ ഈ സവോളയും ഇതെല്ലാം പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതുകൊണ്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. നിങ്ങളുടെ വീട്ടിൽ എന്താ ഇന്നത്തെ കറി? ഉച്ചത്തെ സ്പെഷ്യൽ എന്താ? മീൻ കറി എന്ത് മീനാണ് കിട്ടിയത് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. ഈ മുളകിട്ട കറി ഏത് മീനിൽ വെക്കുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾ എന്നെ അറിയിക്കണം. ഞാൻ വെച്ചതിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ എനിക്ക് വളരെ സന്തോഷമാവും. നിങ്ങളുടെ ഓരോ കമൻസും ഓരോ അഭിപ്രായവും എനിക്ക് വിലപ്പെട്ടതാണ്. അത് ഗുഡാണെങ്കിലും ബാഡാണെങ്കിലും നിങ്ങൾ എന്നെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഉപ്പും പുളി. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇടുമ്പം തന്നെ ആ തക്കാളിയുടെ ചാറൊക്കെ ഇതിലോട്ട് ഇങ്ങനെ
പിടിച്ച് നല്ല അടിപൊളി കുട്ടപ്പനായിട്ട് അങ്ങ്. തക്കാളി ഞാനിങ്ങനെയാണ് എടുത്തേക്കണേ. ഇന്ന് തക്കാളി നല്ല വട്ടത്തിനരിഞ്ഞങ്ങ് ഇട്ടു. അപ്പോൾ എന്തായാലും ഇത് ഉടഞ്ഞ് വെന്ത് നല്ല ടേസ്റ്റാവും. അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. തക്കാളി നന്നായിട്ട് വഴക്കണം. നന്നായിട്ട് വഴക്കിയതിന് ശേഷം മാത്രമേ പുളി ആഡ് ചെയ്യാവൂ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയില്ലേ, അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് അതിനെ പിഴിഞ്ഞ് നന്നായിട്ട് എടുക്കുക. അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ ഇതൊന്ന് വഴറ്റി തീരട്ടെ. വഴറ്റി നല്ല ഒരു പരുവായതിന് ശേഷം നമുക്ക് പുളി ആഡ് ചെയ്താൽ മതി. അത് ഓരോന്നും അതിൻ്റേതായ സമയത്ത് ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലെയാണ്. ഇനി നമുക്ക് കുറച്ച് പുളി ആഡ് ചെയ്താലോ. കുറച്ചുകൂടെ വശങ്ങി. ഇനി നമുക്ക് പുളി ആഡ് ചെയ്യാം. പുളി ഞാൻ ഓൾറെഡി ഇങ്ങനെ എക്സ്ട്രാക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആ പുളിയെ നമുക്കിതിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളും ഇങ്ങനെയൊക്കെയാണ് മീൻകറി ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷേ എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് അറിയിക്കണം. ഇന്ന് നമ്മളിപ്പോൾ പുളി ഒഴിച്ചു, കുറച്ച് പുളി കയ്യിൽ നിന്ന് പിഴിഞ്ഞൊഴിച്ചു. പിന്നെ ബാക്കി എക്സ്ട്രാക്റ്റ് ആക്കി ഒഴിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ഒഴിക്കാൻ പോവുകയാണ്. കുറച്ച് ഒഴിച്ചു, കയ്യിൽ നിന്ന് പിഴിഞ്ഞൊഴിച്ചു. ഇനി വെള്ളത്തിലോട്ടാക്കി നന്നായിട്ട് പിഴിഞ്ഞതിലോട്ട്, കണ്ടോ, ഇങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞതിലോട്ട് ഞാൻ കംപ്ലീറ്റ് ഒഴിക്കുകയാണ്. പുളിയും തക്കാളിയും സവാളയും ഇഞ്ചിയും സവാള അല്ല, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ആകുമ്പം തന്നെ ഒരു പ്രത്യേക മണമാണ് ഈ കറിക്ക് വരുന്നത്. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മസാലകളാണ്. മസാലകളും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല തിളച്ചതിന് ശേഷം മീൻ ആഡ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് തുടങ്ങാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വേണമെങ്കിൽ മല്ലിപ്പൊടിയും ആഡ് ചെയ്യാം. വേറെ പൊടികളൊന്നും സാധാരണ മുളക് കറിയിൽ ആഡ് ചെയ്യാറില്ല. ആദ്യം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടിയാണ്. മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആയിരിക്കും എപ്പോഴും ഈ മുളക് കറിക്ക് നല്ലത്. മുളക് കറിക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, വീട്ടിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ കാശ്മീരി യൂസ് ചെയ്യുമ്പോൾ എരിവും കുറവാണ്, നല്ല കൊഴുപ്പും കിട്ടും, നല്ല കളറും കിട്ടും. ഇത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ. ഇനി മുളക് പൊടി 1.5 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ മഞ്ഞൾപ്പൊടി എങ്ങനെയാണ്? വീട്ടിൽ പൊടിച്ചതാണോ? വീട്ടിൽ പൊടിക്കുന്നതായിരിക്കും ബെറ്റർ. മഞ്ഞ വാങ്ങി ഉണക്കി പൊടിക്കുന്നതാണ് ബെറ്റർ. പിന്നെന്താ, ഇനി നമുക്ക് മുളക് പൊടി എടുക്കാം. മുളക് പൊടി 1.5 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി അല്പം കുറവാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തു. ഇനി നന്നായിട്ട് വഴറ്റണം, മിക്സ് ചെയ്യണം. കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്താലും കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും, കുറച്ച് കറി മസാല കിട്ടും, കുറച്ച് ടേസ്റ്റുമാണ്. കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്താൽ മതി, ഒത്തിരി ആഡ് ചെയ്യേണ്ട. എങ്കിൽ മല്ലിപ്പൊടിയുടെ ആ ഒരു ചെവ മുന്നിലോട്ട് വന്നാൽ മുളക് കറിയുടെ ടേസ്റ്റ് ബാക്കിലോട്ട് പോകും. അതുകൊണ്ട് മല്ലിപ്പൊടി വളരെ കുറച്ചാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു അര ടീസ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് വഴക്കണം. ഈ കറിയും അപ്പം നല്ല കോമ്പിനേഷനാണ്, ചോറിനും നല്ല കോമ്പിനേഷനാണ്, കപ്പ ഉടച്ചതിനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യണം. ഇനി കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഞാൻ നോക്കി, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഉപ്പും കൂടെ ഇട്ടത്. ഇനി നന്നായിട്ട് വെള്ളം ഒഴിച്ച് തിളയ്ക്കുന്നത് വരെ എന്ത് ചെയ്യുക, നമ്മൾ വഴറ്റും പോലെ ഇരിക്കും കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നന്നായിട്ട് ആദ്യം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ആ ഒരു കറക്റ്റ് തിളച്ചതിന് ശേഷം മാത്രമേ മീനിടാവൂ. അപ്പോൾ മീനിൻ്റെ ആ പരുവം കറക്റ്റാവും, വെള്ളത്തിൽ നന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഞാൻ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ഇതുപോലെയൊക്കെയാണോ നിങ്ങൾ മുളക് കറി ഉണ്ടാക്കുന്നത്? അതാ വേറെ ഏതെങ്കിലും ഇതിലാണോ? മല്ലിപ്പൊടി ഇടാറുണ്ടോ?
മല്ലിപ്പൊടി ഇടാതെയും വെക്കാറുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് മല്ലിപ്പൊടി ഇട്ടെന്നേ ഉള്ളൂ, മല്ലിപ്പൊടി ഇടാതെയും വെക്കാറുണ്ട്. പിന്നെന്താ, മുളക് കറി ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം. മുളക് കറിയാണോ, മീൻ കറി മുളകിട്ടതാണോ ഇഷ്ടം, അതോ പച്ചയ്ക്ക് അരച്ച എന്ന് പറയുന്ന തേങ്ങ അരച്ച കറിയാണോ ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ഇത് കറിവേപ്പില നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് തിളയ്ക്കുന്നത് വരെ വേവിക്കുക. തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീനിടാം. അപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. നന്നായിട്ട് തിളച്ചു. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ആ മീനിടാം. മീനിട്ട് നന്നായിട്ട് ഇതിനെ തിളച്ച്, ഞങ്ങൾ അല്പം വറ്റിച്ചാണ് എടുക്കുന്നത്. ഞങ്ങൾക്ക് ആ തൊട്ട് കൂട്ടുന്ന ആ ഒരു ടെക്സ്ചറാണ് ഇഷ്ടം. നിങ്ങൾക്കും അതായിരിക്കും ഇഷ്ടം. എന്ന് വെച്ചാൽ ഇത് വറ്റിക്കുന്നതോറും ഭയങ്കര ടേസ്റ്റാണ് മുളക് കറി. അപ്പോൾ മീൻ ഇട്ടു. ഇനി മീൻ നന്നായിട്ട് നല്ല വേവണം. വലിയ വേവില്ല, ഒരു 6 മിനിറ്റ്സ് 7 മിനിറ്റ്സ് മതി. ഇപ്പോൾ നമ്മൾ കറിവേപ്പില തണ്ടോടുകൂടി ഇട്ടു. അപ്പോൾ ഇതാ ഞങ്ങളുടെ മുളക് കറി റെഡിയായി. മുളകിട്ട ചാളക്കറി റെഡിയായി. ഓക്കെ, ബായ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.